പോട്ടടി അപ്പരല്ലേ അങ്ങേര് പോണെങ്കിൽ പോട്ട്. ഞാൻ മരിപ്പിന് കൊടുക്കാൻ വെച്ചതിന്റെ പുതുപുത്തൻ പട്ടസാരിയാ അമ്മച്ചി എടുത്ത് കൊടുത്തേക്കുന്നത്. കാരണം രണ്ടിനെ ഞാൻ എടുത്തങ്ങ് കൊടുക്കും. ഇത് നിന്റെ അപ്പന്റെ 28 ചടങ്ങല്ല, മരിപ്പാണ്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ലോ ഒന്ന് കരയടി. എന്റെ ഇച്ഛായ ഞാൻ എത്ര പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് കരയാൻ പറ്റുന്നില്ലെന്ന്. പറ്റണില്ല? ഇല്ല. എന്നാ നിന്റെ ലിഫ്റ്റിക്ക് ഞാൻ ഒടിച്ചു കളയും. അയ്യോ സാരിയാ കീറിക്കളയും. ലിഫ്റ്റിക് ബോക്സ് ഞാൻ മണ്ണ് വാരിയിടും. പോയി പ്രാക്ടീസ് ചെയ്യടി. അല്ല ഇച്ഛായ, ഓ ഞാൻ ഫ്ലെക്സ് കൊണ്ട് നോക്കിക്കൊന്നു. ഫ്ലെക്സാ? അത്ര ഭാരം കുറഞ്ഞു കിട്ടി. ഇതെന്നതാടി ഇത്? പൂമ്പാറ്റയോ? അത് അപ്പച്ചന് ഭയങ്കര ഇഷ്ടാ പൂമ്പാറ്റകളെ. അതുകൊണ്ടൊരു ക്രിയേറ്റിവിറ്റിക്ക് ഞാൻ വെച്ചതാന്ന്. എന്തായാലും ആട്ട് നിന്റെ അപ്പന്റെ പൂമ്പാറ്റ. പോയി പ്രാക്ടീസ് ചെയ്യ്. പാപ്പൻ. എന്നാ എനിക്ക് ഇച്ചിരി കൂടെ താടി. എന്ത് പാപ്പം? പാപ്പ അല്ലെന്ന്, പാപ്പ വരുന്നെന്ന്. ആട്ടെ, ഞാൻ MG ശ്രീകുമാറിന്റെ വീട്ടിലാണോ വന്നത്? വാവുക്കുട്ടനല്ലേടാ? അല്ല, ബാബുവാണ്ടി കയറി വരാൻ പറഞ്ഞില്ലേ? ഇവിടെ പരിപാടി ഒന്നും അറിഞ്ഞില്ല? അയ്യോ ഇല്ല. നിങ്ങളെ കൂട്ടുകാരനില്ലേ കുട്ടിച്ചൻ? മരിച്ചുപോയി. എടാ കുട്ടിച്ചന് മരിച്ചീനി വേണമെങ്കിൽ നീ എന്റെ വീട് വരെ ഒന്ന് വരണ്ടേടാ. കുട്ടിച്ചന്റെ മരച്ചീനി അല്ല, കുട്ടിച്ചൻ. കുട്ടിച്ചന് പെയിന്റ് അടിച്ചു വിട്ടോ? പാപ്പാ മനസ്സിലായത്? എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്ത് പാപ്പാ? കുട്ടിച്ചന്റെ പൂമ്പാറ്റ കൊണ്ടുപോയ കാര്യം. ഇങ്ങനെയാണോ പുള്ളിയോട് മരണം പറയുന്നത്? ചിരിച്ചും കളിച്ചു പറയിച്ചായ. പാപ്പാ നിങ്ങളെ കൂട്ടുകാരനില്ലേ കുട്ടിച്ചൻ? കുട്ടിച്ചൻ, തങ്കച്ചൻ, കുട്ടിച്ചൻ, തോമാച്ചൻ, നിന്റെ അച്ചാച്ചൻ കുട്ടിച്ചൻ. അപ്പൊ നിനക്ക് കേക്കാം, നീ വളർത്തിയെടുത്തതാ. വെറുതെ അല്ല, ഡയഫ്രം ഊരി കിടക്കാണ്. കുട്ടച്ചൻ എന്റെ കർത്താവേ, ഇനി ഇങ്ങേർക്കുള്ള ശവപ്പെട്ടിക്ക് ഞാൻ തന്നെ പൈസ ഇറക്കേണ്ടി വരും. തീർന്ന്. ഇങ്ങനെയാണോ ഒരു മരണം പറയണേ? എടാ എന്റെ വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് വേണ്ടടാ പറയാൻ. അപ്പൊ നിങ്ങൾക്കൊരു സങ്കടം ഇല്ലേ? അവൻ ഇത്ര നാളും ജീവിച്ച എന്നെ വലിയ കാര്യം, പിന്നെ ഞാൻ സങ്കടപ്പെടാൻ പോണത്. എങ്ങനെയാണ് കുട്ടിച്ചൻ മരിച്ചത്? അയ്യോ അതൊന്നും പറയണ്ട. ഞാൻ പറയണ്ട? അയ്യോ പറയാൻ വാ. ഞാൻ പറ. പുള്ളി കള്ളം പറഞ്ഞു മരിച്ചതാ. ഇവിടെ കള്ളം പറഞ്ഞു ഒരാൾ മരിച്ചു പോടാ. പിന്നില്ലേ, പുള്ളി വാ എടുത്താ നുണയെ പറയത്തുള്ളൂ. അങ്ങനെ നുണ പറഞ്ഞ് 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 ഇന്നലെ ഇത് ഞാൻ കിണറ്റി വീണു. നാട്ടുകാർ എത്തി വലിഞ്ഞു ചോദിച്ചു, ചേട്ടായി ശ്വാസം കിട്ടുന്നുണ്ടോ? ഉണ്ടെന്ന് കള്ളത്തരം പറഞ്ഞു. അവിടെ കണ്ണ് ചത്ത്. ഒരു കുഞ്ഞുപാലും തിന്നു നോക്കിയിട്ടില്ല. അപ്പൊ അവൻ കുന്തളിച്ച് കത്തതാ. സത്യം പാപ്പാ, അങ്ങനെ തന്നെ. ഒരു മിനിറ്റ്, എടാ തോമാച്ച, ആ തെങ്ങ ഇച്ചിരി കയറ്റി കെട്ടിക്കളത്. എന്നാടാ വാവക്കുട്ട? തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു ബൾബിട്ടതാ. അതിനെ കൊമ്പൻ ചൊല്ലിയാണോ ചത്തെ? തെങ്ങിന്റെ ബൾബിൽ കയറി ബൾബിടാൻ വേണ്ടിട്ട്. പാപ്പോ എന്നാ വാനെ ഇതെന്നാ കളർ നിക്കറൊക്കെ? എടാ എനിക്ക് മുണ്ടെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ചെറുക്കം മേടിച്ചെന്നാണ് ഈ നിക്കറ്. ഇതാകുമ്പോ രണ്ടുണ്ട് ഗുണം. ബോറടിക്കുമ്പോ ഇങ്ങനെ വലിച്ചിരിക്കാനും പറ്റും. ഇതറങ്ങി പോവില്ല. പാവണ്ടല്ലേ? കറക്റ്റ് പാപ്പനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാ 20-27 വയസ്സാ തോന്നിക്കത്തോട്ട്. എടാ രാസനാഥി എനിക്ക് ഇഷ്ടാ എന്നും പറഞ്ഞ് അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി തരല്ലേ കേട്ടോ.